ദേണ്ടേ ചേട്ടത്തി വരുന്നു. ചേട്ടത്തിക്ക് ഇതെന്നാ പറ്റി? ചേട്ടത്തി പോട്ടയിൽ കരിസ്മാറ്റിക്കിന് പോയിച്ചു വരുവാ. ആളാകെ മാറിപ്പോയല്ലോ. ആഹാ, നിങ്ങളാണോ മക്കളെ? ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കർത്താവിന്റെ നാമത്തില് എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾ നന്മ മാത്രമേ ചെയ്യാവൂ കുട്ടികളെ. ഞാൻ ചെയ്ത തെറ്റുകൾ ഞാൻ തിരിച്ചറിഞ്ഞു. ദൈവം എന്റെ കണ്ണു തുറപ്പിച്ചു. എന്റെ ഭർത്താവിനോട് ചെയ്ത കടുംകൈകൾക്ക് ഞാൻ ഇന്ന് പശ്ചാത്തപിക്കുകയാണ്. അദ്ദേഹത്തോട് എനിക്ക് മാപ്പ് പറയണം. ചേട്ടാ ചേട്ടത്തിക്ക് ഭയങ്കര മാനസാന്തരം. ഒരു സന്യാസിനെ പോലെയാ ഇപ്പൊ നടക്കുന്നത്. അയ്യോ, അവക്കെന്നാ പറ്റി? വല്ല ആശുപത്രിയിലും കൊണ്ടുപോണോടി? ഏയ്, കുഴപ്പമൊന്നുമില്ല ചേട്ടാ. ചേട്ടത്തിക്ക് രോഗശാന്തി കിട്ടിയതാണ്. ഉറക്കത്തിലുള്ള പല്ലുകടി മാറിക്കിട്ടി. അവിടെ കണ്ണുകടിയൊന്ന് മാറിക്കിട്ടിയാ മതിയായിരുന്നു. കഴിഞ്ഞതെല്ലാം ക്ഷമിക്കണം. ഞാൻ ഇനി മനസ്സലിവോടെ മാത്രമേ പെരുമാറൂ. എനിക്കിത് വിശ്വസിക്കാൻ മേല. എന്നാലും ഒരാൾ ഇങ്ങനെ അങ്ങോട്ട് മാറുവോ? ദൈവം സഹായിച്ച് ഞാൻ പാപത്തിന്റെ വഴിയിന്ന് പിന്തിരിഞ്ഞു. നീ ഇല്ലായിരുന്നപ്പം 2 പാത്രം ഞാനിട്ട് പൊട്ടിച്ചു. അത് സാരമില്ല. എത്രയോ പാത്രങ്ങൾ ഞാൻ എറിഞ്ഞു പൊട്ടിച്ചിരിക്കുന്നു. എല്ലാം കർത്താവ് തരുന്നതല്ലയോ. നീ പോകാൻ നേരം പോസ്റ്റ് ചെയ്യാൻ തന്ന എഴുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തില്ല. സാരമില്ല, മറവി എല്ലാവർക്കും സംഭവിക്കും. ഇനി പോസ്റ്റ് ചെയ്താലും മതിയല്ലോ. പക്ഷെ ഞാനത് ബോബന്റെ കയ്യാ പോസ്റ്റ് ചെയ്യാൻ കൊടുത്തായിരുന്നു. അവനത് മൊട്ടയെ ഏൽപ്പിച്ചു. മൊട്ടയുടെ പുസ്തകത്തിൽ നിന്ന് അത് കളഞ്ഞു പോയെന്ന്. ഒരെഴുത്തല്ലേ, പോട്ടെ. അതോർത്ത് വിഷമിക്കാതെ. കത്ത് നമുക്ക് എഴുതാവുന്നതല്ലേ ഉള്ളൂ. എല്ലാം കർത്താവിൽ സമർപ്പിച്ച പിന്നെന്ത് കത്ത്. എടീ, നിന്റെ ആ കാശിമാല ഇല്ലായിരുന്നോ? നിന്റെ അപ്പന്റെ ഓർമ്മയ്ക്ക് വെച്ചിരുന്നത്. ചീട്ട് കളിക്കാൻ കാശില്ലാതെ വന്നപ്പം ഞാൻ അതങ്ങ് എടുത്ത് വിറ്റു. അതൊന്നും സാരമില്ലെന്നേ. കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുന്ന എനിക്ക് എന്നാത്തിനാ മാലയും വളയൊക്കെ? സമ്പത്ത് നമ്മളെ കർത്താവീന്ന് അകറ്റും. എന്റെ വളയും മാലയും ആ മേശകത്ത് ഇരിപ്പുണ്ട്. വേണമെങ്കിൽ അതും എടുത്തോ. മാതാവേ കാത്തോളണേ. എന്നാ പറ്റി? കുറെ നേരമായല്ലോ ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. എന്റെ ജീവിതം തകർന്ന ആശാനെ. എനിക്ക് എന്റെ ഭാര്യയെ നഷ്ടപ്പെടുവോന്നാ ഇപ്പോഴത്തെ പേടി. അതെന്നാ പറ്റി? ഭാര്യ ആരുടെയെങ്കിലും കൂടെ ഒളിച്ചോടിപ്പോയോ? അതല്ല ആശാനെ, അവള് കരിസ്മാറ്റിക്കിന് പോയേച്ചും വന്നൊരു സന്യാസിനെ പോലെ ജീവിക്കുക. എനിക്ക് അവളെ തിരിച്ചു കിട്ടാൻ എന്നതാ ഒരു വഴി? ഒരു വഴിയുണ്ട്, ഒന്ന് പരീക്ഷിച്ചു നോക്കാം. വധുവിനെ ആവശ്യമുണ്ട്. 55 വയസ്സുള്ള മധ്യവയസ്കന് റിട്ടയർ ചെയ്ത വനിതാ പോലീസുകാരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചുകൊള്ളുന്നു. ഇട്ടുണ്ണാൻ പഞ്ചായത്ത് മെമ്പർ കഞ്ഞിക്കുഴി. ചേട്ടനല്ലേ ആ ഓടി വരുന്നത്? എനിക്കെന്റെ ജീവിതം തിരിച്ചു കിട്ടിയടാ. എന്നാ ചേട്ടാ ദുഃഖിച്ചിരിക്കുന്നേ? ഓ, എന്നാ പറയാനാ. അവള് ചിട്ടിക്ക് അടയ്ക്കാനായിട്ട് കുറച്ച് കാശ് തന്നായിരുന്നു. ചീട്ട് കളിച്ച് അതെല്ലാം പോയടാ. അപ്പൊ ചീട്ടുകളി അറിയാൻ മേലെന്ന് ചേട്ടത്തിയോട് പറഞ്ഞത് ശരിയാ അല്ലയോ? ആ ചിട്ടിക്കാരനെങ്ങാനും വന്ന് അവളോട് കാശ് ചോദിച്ചാ തെണ്ടി. അതിനു മുമ്പ് അത് എങ്ങനെയെങ്കിലും ഒപ്പിക്കണമല്ലോടാ. എന്തുവാ ഒരു വഴി? ഞാനൊന്ന് പള്ളിയിൽ പോവുക. വീടും തുറന്നിട്ടേ ചെങ്ങും പോയേക്കരുത്. കോഴിയുണ്ടോ? കോഴി ചേട്ടാ, ഒരു ഐഡിയ ഉണ്ട്. കോഴിക്കാരാ, ഇങ്ങോട്ട് വാ. 2 കോഴിക്ക് എന്നാ തരും? സുനാമി വന്നും മീനിന് വിലയില്ലാത്ത കാരണം കോഴിക്കും വലിയ ഡിമാൻഡില്ല മോലാളി. പിന്നെ മോലാളിക്കായതുകൊണ്ട് 2ഉം കൂടി ഒരു 40. എനിക്ക് നഷ്ടമാ, എന്നാലും വേണ്ടൂല. 2 കോഴിക്ക് 45 രൂപ കിട്ടി. തൽക്കാലം ജീവൻ തിരിച്ചു കിട്ടിയിടാ. കർത്താവിന് സ്തുതി. ചേട്ടത്തി പള്ളിന്ന് വരുന്നുണ്ട്. റെഡി ആയിക്കോ.
എന്നാ പറ്റിയടി ഇന്ന് പതിവില്ലാതെ ഒരിടത്ത് തന്നെ ഇരിക്കുന്നല്ലോ. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ പരക്കെ കോഴിമോഷണം. ഇവിടെയും പരിസരങ്ങളിലുമുള്ള വീടുകളിൽ നിന്ന് തുടരെ കോഴികളെ കാണാതായിരിക്കുകയാണ്. ഇന്നലെ തന്നെ 3 വീടുകളിലായി കോഴിമോഷണം നടന്നു. അധികാരികളുടെ ശ്രദ്ധ എത്രയും അയ്യോ, എന്റെ കോഴി എന്തിയേ? കർത്താവേ, മുട്ടയിടാറായ ഒരു പെടയും പൂവനെയും കാണുന്നില്ല. ചെലപ്പോ രണ്ടുകൂടെ ഒളിച്ചോടിയതായിരിക്കും. മലയാറ്റൂര് പള്ളിക്ക് ഞാൻ നേർന്നിട്ടുണ്ട്. കൊട്ടടുത്തവനെ പാമ്പ് കടിക്കണേ കർത്താവേ. അവനെ എന്റെ കയ്യിലെങ്ങാനും കിട്ടിയ. ഇനി ബാക്കിയുള്ള കോഴിയൊക്കെ ഭദ്രമായിട്ട് അടച്ചു വെക്കണം. കോഴിക്കാരനല്ലയോ വരുന്നേ? എന്നാത്തിനാടോ ഇവിടെ കിടന്ന് കറങ്ങുന്നേ? ഇവിടുത്തെ മോലാളിയുടെ കയ്യിൽ നിന്ന് ഞാൻ 2 കോഴിയെ വാങ്ങിയായിരുന്നു. അതിന് ഞാൻ കൊടുത്ത 50 രൂപയ്ക്ക് ബാക്കി തന്ന 5 രൂപ അപ്പടി തൊളയാ. അതൊന്നു മാറ്റിത്തരണം. എന്താ ചേട്ടാ മരത്തെ കയറി ഇരിക്കുന്നത്? 2 മാങ്ങ പറിക്കാൻ കേറിയതാടാ ഊവേ. പ്ലാവേലാണോ ചേട്ടാ മാങ്ങ? ഈ പ്ലാവേ ചിലപ്പോ മാങ്ങയൊക്കെ പിടിച്ചെന്നിരിക്കും. തനിക്കിപ്പോ എന്നാ വേണം? ഓ, മുതുകിന് വല്ലാത്തൊരു വേദന. ആശുപത്രിയിൽ ഒന്ന് പോണം. ആരെങ്കിലും ചോദിച്ചാ എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞേക്കരുത്. മുതുകത്ത് തേങ്ങ വീണതാന്നേ പറയാവൂ കേട്ടോ. ഇവിടെ എങ്ങും ആരെയും കാണുന്നില്ലല്ലോടാ. രാവിലെ പത്രത്തിൽ വായിച്ചത് ഇപ്പോഴാ ഓർക്കുന്നേ. ഡോക്ടർമാര് സമരത്തിലാ. ആയുർവേദക്കാരെ ഓപ്പറേഷൻ ചെയ്യാൻ പഠിപ്പിക്കില്ലെന്നും പറഞ്ഞാ സമരം. ഒന്ന് ഡോക്ടറായി നോക്കിയാലോടാ. അത്യാവശ്യ സർവീസുകൾ ഏറ്റെടുത്ത് നടത്താൻ പഞ്ചായത്തിന് ഇപ്പൊ അധികാരമുണ്ട്. ഒറ്റ രോഗി പോലും ഈ നാട്ടില് മരുന്ന് കിട്ടാതെ മരിക്കാൻ പാടില്ല. ചേട്ടന്റെ മരുന്ന് കിട്ടിയ പിന്നെ മരിക്കാൻ ഒരു പാടുമില്ല. എടാ, എന്റെ വീട്ടിൽ 3 ഉണ്ടായിരുന്നു ഡോക്ടർമാര്. അവര് വീട്ടുവാടകയൊക്കെ കൃത്യമായിട്ട് തരുമായിരുന്നോ? ചേട്ടാ, ഒരു രോഗി വരുന്നുണ്ട്. തലവേദനയാണോ? സൂക്ഷിക്കണം. ചിലപ്പോ മാരക രോഗം വല്ലതുമായിരിക്കും. വായൊന്ന് പൊളിച്ചേ. തന്റെ തൊണ്ടയില് അർശസുണ്ട്. ചേട്ടാ, അത് കുറുനാക്ക, അർശസ് അല്ല. ഡോക്ടർ സാറേ, എന്റെ പല്ല് വേദനിച്ചിട്ട് വയ്യ. 32 പല്ലിനും തൊളയാ. ഒരു കാര്യം ചെയ്യും. നല്ല ഈയം കുറച്ചെടുത്ത് ഉരുക്കി എന്നും രാവിലെയും വൈകിട്ടും കവിൾ കൊള്ളണം. പല്ലിലെ തുളയെല്ലാം അടഞ്ഞോളും. രാത്രി കിടന്നുറങ്ങാൻ മേല. വയറിനകത്ത് ചിലപ്പോഴൊക്കെ എലി കരയും പോലുള്ള സ്വരം. താൻ പേടിക്കണ്ട, ഇതൊരു തരം എലിപ്പനിയാ. വയറിനകത്ത് എലിക്കുഞ്ഞുങ്ങൾ കാണും. കിടക്കാൻ നേരം ദിവസവും എലിവേഷം തിന്നേച്ച് കിടക്കുക. ആരെയും കാണുന്നില്ലല്ലോടാ. ഈ നാട്ടിൽ രോഗികളൊക്കെ തീർന്നോ? ഒരു പോലീസുകാരൻ ഇങ്ങോട്ട് വരുന്നുണ്ട്. എസ്ഐയുടെ ഭാര്യ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട്. ഒരു അപകടം പറ്റി. ഉടനെ ഒരു ഓപ്പറേഷൻ വേണമെന്നാ നേഴ്സിംഗ് ഹോമിലെ ഡോക്ടർമാര് പറഞ്ഞത്. അതിനെന്താ, ഉടനെ ആയിക്കളയാവല്ലോ. ഞാനൊന്ന് ഓപ്പറേഷന് വേണ്ട ഡ്രസ്സൊക്കെ ഇട്ടോട്ടെ. അവരിങ് എത്താറായി ഡോക്ടർ. അപകടം ഒഴിവാക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? അപകടം ഒഴിവാക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. അപകടം ഒഴിവാക്കാൻ ഞാൻ നോക്കിയിട്ട് ഒരൊറ്റ മാർഗമേ കാണുന്നു.